हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम विष्णवे ओम नमो विष्णवे प्रणवैष्णवे, केशव पादो मे पादौ जङ्घे नारायणो मम, माधवो मे कटिं पादौ गोविन्दो गुह्य मे भज, नाभिं विष्णुः मे पादौ जठरं मधुसूदन, पुरस्त्रि विक्रमं पादौ हृदयं पादौ वामन, श्रीधरः पादौ मे कण्ठं ऋषिकेशो मुखं मम, पद्मनाभस्तु नयने शिवो दामोदरो मम, एवमेतानि नामानि जपकाले विशेषतः विज्ञसेदात्मरक्षार्थं सर्वमङ्गलसिद्धये, क्षीरोदन्यप्रदेशे शुचिमणिविलसत्सैकले मौक्तिकानां मालाकृतासनस्था स्फटिकमणिनिलयमौक्तिकैर्मण्डिताङ्गम्, പൂജനം മുതലായവ ചെയ്യുവാൻ ആവതില്ലാതെ വന്നതിനാൽ വയം ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണകാകർണ കൃഷ്ണ ഹരേ ജയ എന്നിവണ്ണം ജപിച്ചു നടക്കുവാൻ നാണമാകുന്നൊന്നകറ്റിടുവാൻ പണ്ടു തന്നെ അറിഞ്ഞു പട്ടേരിയാം ഭൂസുരേന്ദ്രൻ ചമച്ചു നൽകിയിടിന, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണകാകർണ കൃഷ്ണ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ.
पुरस्तात् भूयोदकुम्भ्यसदस्यसमद्रं वदास्त्वम् अप्रेरदाविदमुदीच्य भवन्तमुच्चे विस्मेरदामितिरकासहसोऽनुविस्वये भवदीयां वसुमतीं प्रभो कष्टं कष्टं पीडितविदितेनाविगदिता तदन्वासो वासो विधिसमुन्यादर्शिरपदो भवन्तं सम्प्रापतरिणरमुद्यन्तमुदका नमो आरण्योऽयं मृडविकसन्नं प्रभुजरे दुर्युक्तैर्विद्यन्तं विधिसुतमवज्ञाय भगवन् मणिभृश्वानं प्राशिरसिरयुरां वेन मनसा अयोधौ गदापाणो दैत्ये तमभिनुहीनो नगदो नियोद्धेन क्रीडन् कडकडलोल्कृष्टवियधा रणाकौ संसृत्या निरतिसुरसङ्केतुदममुं निरुन्द्यासन्धार प्रथममिति दाता जगदिशे गदोन्मध्ये तस्मिन् तव पशुरायां निधिभुवो गदाघातात् भूमौ चरिति पतितायामहमो चक्रज्योतिष्ठानवनिपातेन विदुते ततो माया चक्रे विरघनरोषान्तमनसं गिरिष्ठाभिर्मुष्टे प्रकृतिभिरभिज्ञानमक्षरं स्वभावं पुष्टेन श्रवणपदमूले निरवधि महाकाय सोऽयं तव चरणपादप्रमदितो गणद्रक्तो वक्ता अवदृशदिष्टादिहरि तथा त्वमुद्दाम प्रमदवरविद्योतिहृदयाः मुनीन्द्रसङ्ग्रामे सुधिविरनुमन्नध्वरदनं കടകടം മാളോടിടും നാവും ോടിടം പോരാ നഗരജാലവും വിശാലഭക്ഷസം യുഗാംഗരജനസമാനമാം ഭയാനകരമായ മഹാട്ടഹാസവും ശരീരം കുറും മരുത്വമത്സവം കളിതടവുമാശ്രവണകാന്തിയും വിനാവിനോദവും മനോജ്ഞരോമവും കുമാരമാനമായി ചിറങ്ങൊരാവായും ജയ ഹരേ ജയ ഹരേ ജയ ഹരേ ജയ ഹരേ ജയ ഹരേ ജയ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സ്വർണ്ണ സവർണ്ണ ഘോർണഹരിയൂഷാക്ഷം സദാ കേസര പ്രോത്തംബ പ്രതിബുംബിതാംബരമബോധിയാതവേദം ഭഗോ വ്യാപ്ത വ്യാപ്ത മഹാഹരി സദമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാദിഗ്വാദൃശ്യമാന സുമഹാദ്രംശായുഗോഢാമയം ഉത്സത്തർവലിഭംഗഭീഷണഹനം വസ്വസ്തവീരസര एवं विवरदोषगोत्रगणं व्योमोलङ्घिकनागनोपमगनप्रधानगर्धाविद सर्गालोप्रगणं नमामि भवगर्तन्नारसिंहं बभो नूनं विष्णुदयं निहन्यं विभीषणं लङ्केन्द्रं समुगाद्रवं दमद्राभ्याममुं वीरो नद्गरितो नखद्गमलगौरिण्णन् विचित्रश्रमान् व्यावृण्णन् पुनराभवादभुवन रासोद्यतं त्वामहो नान्यन्तं दिधिजातमं पुनरविप्रोगृह्यदोर्धं जवात् द्वारे दोरुयुगे निवाच्य नगर उद्घाय वक्षो भुवि नर्भिन्नन्नधिगर्भनर्भरगणरक्ताम्बुदग्धोत्सवं पायं पायमुदैरयो भौजः संहारि सिंहारवाय नमः नारायण नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण नारायणाय नमः नारायणाय नमः नारायणाय नमः नारायण नारायणाय नमः
നമ നാരായണായ നമ നാരായണായ നമ നാരായണ ലബ്ധാന്മായ ഗണചതുർദശവയാ ഗന്ധർവരാചേമനാൽ ആസക്താമിലമാതരം പ്രതികുതു ക്രോധാകുലസാധ്യയാ സോദരേ സമമിമാം ചിത്വാദശാന്താഭിദോ തേഷാം ജീവനയോഗമാവിതവരം മാതാചതേ ദാവര മാതൃമതേ സമാഹൃതമേനോ നിജാതാശ്രമാത് ആരാധ്യ ഗൗരീപതിം തദ്വാതത്പരസുന്ദുഃഖരഞ്ജേരി മഹാസാധികം പ്രാപ്തോ മിത്രമദാകൃതമുനി പ്രാപ്താഗമസാശ്രമം ആജേടോ പ്രഗതോർജുനസുരകവി സംപ്രാപ്ത സമ്പൽഗണേ തോൽവിക്രാമരിഭൂഷിത പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ കാലേതും സജീവം നിയുക്തകുതിയാതേനാവിരുന്ധൻ മുനി പ്രാണക്ഷേമഹരോഷഭോ ഹരചമോ ചക്രേണ വത്സോ കൃത ശുഭ്രോടി വിരനാദവാജ്ഞചരിത ക്രോധോദസഖ്യാസമം രത്നജാതമോദയോപനിയതം ചാപം കുടാരം ചരാൻ ആരൂഢ സഹവാസയന്യകൃതം മായുഷ്മരീമാവിശൻ പാതൃകസതദാശുരേവതോ സംഭ്രാസുദാസങ്കരം പുത്രാനാമയുരേണ സപ്തദശവീശൗഹിണീ വിർമഹ സേനാനീ വിരനേകമിത്രനിവധൈരാജം വിദായോധന സദ്യസ്വദ്ഗുരാജമാണവിതരം നിശേഷ സൈന്യോത്തരോ വീതി പ്രചുരണക്കശിഷ്ടതനയാ നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ദിവസത്തെ ഏകാഹനാരായണീയത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് സ്വാഗതം പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ അധ്യക്ഷനായ കൃഷ്ണനെ പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ക്ഷണിച്ച് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല കൃഷ്ണന്. എന്നാലും ഔപചാരികതയുടെ പേരിൽ കൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള AC ചെന്താമരാക്ഷൻ അവർകൾ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലിരിക്കുന്ന VP രവീന്ദ്രൻ സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹത്തിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോപിനാഥ് ആമയൂർ ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണയം വേണുഗോപാൽ ഒറ്റപ്പാലം മേഖല ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗോപികമാരെയും മനസ്സാ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം കുറച്ച് പേരൊക്കെ വിളിച്ചു. എല്ലാവരും വന്നു. ഗംഭീരമായി എന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ടായിരുന്നു. ഒരു 10-20 പേരോളം വരാനുണ്ട്. അവരും കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി 2012 രൂപം കൊള്ളുന്നത്. എറണാകുളത്ത് വെച്ചാണ് ഈ സമിതിക്ക് രൂപം നൽകുന്നത്. എറണാകുളത്ത് പ്രോഗ്രാം നടത്തുമ്പോൾ വയനാട് നിന്നും കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത്, കൊല്ലം, കോട്ടയം ഇവിടെയൊക്കെ അറിയിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള നാരായണീയ ഭക്തരെല്ലാവരും അതിൽ പങ്കുകൊണ്ടു. ഏകദേശം 10,000 പേരുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. നാരായണീയ ഭക്തസംഗമം എന്നുള്ള പേര് കൊടുത്തുകൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. പ്രാർത്ഥന എന്നുള്ള ഒരു പരിപാടിയിലേക്ക് നാരായണീയ ഭക്തർ പാലക്കാട് ജില്ലയിൽ കടത്തണം. ആ 12-ാം തീയതി മുതൽ നമ്മൾ പാരായണം ചെയ്യുന്ന, അതായത് നമ്മൾ ജപിക്കുന്ന മന്ത്രം ശതകോടിയിലപ്പുറത്തേക്ക് കടത്തും. ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ ശതകോടിയിലേക്ക് അപ്പുറം കടത്താനുള്ള മന്ത്രം ചൊല്ലാനുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടി 12 മുതൽ ആരംഭിച്ച് 22-ാം തീയതിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ദിവസം നമ്മുടെ വീട്ടിൽ മുളപ്പിച്ചിട്ടുള്ള ആ തുളസി ഏകദേശം ഉയരാവും. തുളസി മുളപ്പിക്കാനുള്ള പോട്ട്, ജപിക്കാനുള്ള ജപയന്ത്രം, ചരട്, ദീക്ഷയ്ക്കുള്ള ചരട്, എന്നും തൊടാനുള്ള ഗോപിചന്ദനം ഒക്കെ ആ കിറ്റിലുണ്ടാവും. മറ്റുള്ളവർക്ക് സദസ്സിലിരുന്ന് ജപിക്കാം, അല്ലാത്തവർക്ക്. പക്ഷെ വേദിയിലിരുന്ന് ജപിക്കാൻ ഈ സാധകർക്ക് മാത്രമേ കഴിയൂ. ശതകോടി അർച്ചനയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുകയും
നമ്മുടെ പരിപാടി പാലക്കാടിലെ നാരായണീയ മഹോത്സവം നാരായണീയരുടെ ഉത്സവമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലേക്കും നാരായണീയ മഹോത്സവം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ ആ പരിപാടി വൻപിച്ച വിജയമാക്കി തീർക്കാൻ കഴിയും. നാരായണീയ മന്ത്രം കൊണ്ട് അപ്പോൾ മനസ്സിലായി ഇതൊരു വലിയ ശക്തിയാണ്. കാരണം എല്ലാവരും 10 പേരോ 15 പേരോ ഇരുന്ന് പാരായണം ചെയ്യും. ആ പാരായണം ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങൾക്ക്. ഇപ്പം ഇന്ന് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ചൊല്ലുന്ന എല്ലാം കേട്ടിട്ടാണ് വന്നത്. നമുക്കറിയാം, നമ്മൾ ഇവിടെ ചൊല്ലിയാലും കുറച്ച് ദൂരം ഇത് കേൾക്കും. ആരുടെയെങ്കിലും ചെവിയിൽ ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും സുഹൃതം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അതാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തി. ആരെല്ലാം ജപിക്കുന്നു, ആരെല്ലാം കേൾക്കുന്നു, ആരെല്ലാം കാണുന്നു, എല്ലാവരും അറിഞ്ഞിട്ട് വേണമെന്നില്ലല്ലോ. പല ആൾക്കാർക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കേട്ട് പഠിച്ചവരുണ്ടാവും, പഠിച്ച് മനസ്സിലാക്കിയവരുണ്ടാവും. ചില ആൾക്കാർ ഇതിലെ ഭാവങ്ങളും ശ്രുതിയൊക്കെ കേട്ട് മനസ്സിലാക്കിയവരുണ്ടാവും. അങ്ങനെ തന്നെ അത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പം പഠിത്തം കഴിഞ്ഞത് ചൊല്ലുന്ന അവസരത്തിലാണ് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അറിയുള്ളൂ. ചൊല്ലുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം നടക്കുന്നുണ്ട്. ആ മാറ്റം നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ മാറ്റം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ശബ്ദം, ഈ ധ്വനി നാട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്, നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്, പല ഭാഗത്തും തൊഴിലെടുക്കുന്നുണ്ട്. അവർക്കത് കേൾക്കുന്നുണ്ടാവും. കുറച്ചെങ്കിലും ഒരു ചെവിയില്ലാതെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇത് ആഴ്ന്നിറങ്ങി അവരുടെ ശരീരത്തിൽ അതിന് ഗുണമുണ്ടാവും, അല്ലേ? അങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ ശക്തിയുള്ളത്. പക്ഷെ അതിങ്ങനെ 15 ആൾ 20 ആൾ പറഞ്ഞിട്ട് അവിടെ നിൽക്കണം. ഇതിനാരും കൂട്ടിച്ചേർത്തിയിട്ടില്ല. കൂട്ടിച്ചേർത്തിയാൽ ശ്രമിച്ച ആൾക്കാരും ഇല്ല. കാരണം ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ് പലരും. കുറേയൊക്കെ വാശിയുള്ള ആൾക്കാരുണ്ട് ഇതിൽ, വാശിയില്ലാത്തവരല്ല. നമുക്ക് ഈ പാരായണം ചെയ്യുന്നതിനൊക്കെ വാശിയുണ്ട്. നമുക്ക് വൈകിട്ടില്ലെയും പ്രശ്നമാണ്, നമുക്ക് സ്ഥലം കെട്ടിയില്ലെയും പ്രശ്നമാണ്, മുൻപന്തിയിൽ വന്നിട്ടില്ലെയും പ്രശ്നമാണ്. അതൊക്കെ തോന്നാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് യോജിപ്പിച്ചതായിട്ട് ആരും കണ്ടിട്ടില്ല. ഒരു 200 പേരിൽ കൂടുതൽ പാരായണം കണ്ടവരുണ്ടാവില്ല. ഏകദേശം അങ്ങനെയാണ്. നിങ്ങളുടെ അറിവിൽ 1000 പേര് പങ്കെടുക്കുന്ന പരിപാടി പങ്കെടുത്തിട്ടുണ്ടാവും? പങ്കെടുത്തില്ല. പാലക്കാട് ജില്ലയിൽ നമ്മൾ 1000 പേരുടെ പരിപാടി നടത്തി. പാലക്കാട് ചിന്മയ മിഷനിൽ വെച്ചിട്ടാണ് നടത്തിയത്. രാവിലെ 9 നമ്മുടെ ജില്ലയിൽ മുഴുവൻ അത് മുഴങ്ങുമ്പോൾ നമ്മുടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള കേരളത്തിൻ്റെ ആ പേര് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു കേരള സംസ്ഥാനത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയ്ക്ക് മാത്രമല്ല. അപ്പോൾ അതിനെ മുഴുവൻ മാറ്റി നമ്മുടെ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു നാരായണീയത്തിലൂടെ നമുക്ക് സാധിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഭഗവാന്റെ പൂർണ്ണമായിരിക്കുന്ന സ്വരൂപം തന്നെയാണ് ഈ നാരായണീയം. അത് കയ്യിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കതൊരു എനർജിയാണ്, അത് വായിക്കുമ്പോൾ അതൊരു എനർജിയാണ്, അത് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒക്കെ തന്നെ ഭഗവാന്റെ ആ ഒരു അംശം നമ്മളിൽ പല രീതിയിൽ നമുക്ക് ലഭിക്കും. അത് നമുക്ക് തുടർന്നുള്ള ജീവിതത്തിലുള്ള പന്താവിലൂടെ നമുക്കത് വളരെ ഗുണകരമായിരിക്കുന്ന അവസ്ഥ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സർവ്വചരാചരങ്ങൾക്കും ഈ നാരായണ മന്ത്രം കൊണ്ട് മോക്ഷം ലഭിക്കുന്ന ആ മന്ത്രം നമുക്ക് നമ്മളിലൂടെ അത് അങ്ങനെ വായുധാരണിയിലൂടെ നമുക്ക് പകർന്നു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എനർജി നമുക്ക് എല്ലാവർക്കും ലഭിക്കും. ഏതായാലും വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ ഈ നാരായണീയ മന്ത്രം നമ്മുടെ വീടുകളിൽ മുഴങ്ങട്ടെ. തുളസി ജന്മോത്സവം, തുളസി കല്യാണോത്സവം, നാരായണീയ മഹോത്സവം എല്ലാം ഉത്സവമായിട്ട് ഈ ഒരു കർക്കിടകം ചിങ്ങമാസത്തിലൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ അത് ഗുണകരമായി ഭവിക്കട്ടെ എന്ന് മാത്രം. ഒരു മഹാഭാഗ്യമാണ്. നമ്മൾ എല്ലാം സുഹൃത്തുക്കളാണ്, നല്ല സുഹൃതം ചെയ്ത ജന്മങ്ങളായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് വായിക്കാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷൊർണൂർ ഭാഗത്ത് ഇത്ര ആൾക്കാർ പോരല്ലോ, ഹിന്ദുക്കളായിട്ട് തന്നെ എത്ര ആൾക്കാരുണ്ടാവും. അവർക്ക് ആർക്കും ഇത് കഴിക്കാനോ ഇതിനോ കഴിയാത്തത് എന്താ വെച്ചാൽ അവർ ഒരു 7 ജന്മം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഇതൊക്കെ സാധിക്കുള്ളൂ. കാരണം ഭഗവാൻ ഇപ്പം നമ്മളൊരു 2 വയസ്സായ കുട്ടിയെ നമ്മൾ കൈ പിടിച്ച് നടത്തുകയാണെങ്കിൽ ആരായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക?
ഈ പിടിച്ച കുട്ടിയാണോ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മളാണോ ഇവർ പിടിച്ചിട്ടുണ്ടായിരിക്കുക? ഇത് വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം രണ്ടുപേർക്കും പേടിയാണ് വീഴുമെന്നുള്ളത്. അതേപോലെയാണ് ഭഗവാൻ നമ്മളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെ ഒപ്പം നടക്കുന്ന ഒരവസ്ഥ ഈ നാരായണീയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു ചെറിയ അനുഭവമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ കാലുകടച്ചിലും മുട്ടും ഗുളികയും സമയത്തിന് കഴിക്കേണ്ടതും ഒക്കെ മാറ്റി വെച്ച് ഇവിടെ ഒരു വായന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇപ്പൊ നമ്മള് ഉദ്ഘാടനത്തിൽ ചന്താമരേട്ടൻ പറഞ്ഞ മാതിരി 10, 15, 5, 6 ആള് ജപിക്കുന്നതിന് പകരം നമ്മളെല്ലാം ഇതേപോലെ കൂട്ടമായി ഒരു അമ്പലത്തില് ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ജപിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഗുണം തന്നെ ഉണ്ട്. അപ്പൊ വിത്ത് നമ്മുടെ വീടുകളിൽ 1008 നാമം ജപിച്ചുകൊണ്ട് നാരായണ മന്ത്ര മുഖരിതമായി നമ്മുടെ വീടുകളിൽ ജന്മം നൽകുകയാണ് കുഞ്ഞിന്. ആ തുളസി കുഞ്ഞിന് ജന്മം നൽകി 41 ദിവസവും നാരായണ നാമം 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ അത് മുള പൊട്ടുന്നു. എത്ര കണ്ട് നമ്മൾ നാമം ജപിക്കുന്നു അതിനനുസരിച്ചുള്ള ശക്തിയോട് കൂടിയിട്ട് ആ തുളസി വളർന്ന് നമ്മൾ മുന്നിൽ വരികയും ആ തുളസിയുമായി നമ്മളെല്ലാവരും നാരായണീയ പാരായണത്തിന് വേണ്ടി കൊല്ലങ്കോട് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടെ നടക്കുന്നത് എന്താ? വീട്ടിൽ നടക്കുന്നത് ജന്മോത്സവം, അവിടെ നടക്കുന്നത് വിവാഹോത്സവം. ആ തുളസി ഭഗവാനുമായിട്ടുള്ള ഒരു വിവാഹം, തുളസി വിവാഹം. ഗുരുവായൂരിലെ മേൽശാന്തിമാരായിട്ടുള്ള ആളുകൾ അവിടെ പൂജിച്ച് ആ വിവാഹോത്സവം പങ്കെടുക്കുന്നു. അന്ന് നമുക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസത്തെ ആ ദിവസം മുഴുവൻ ആളുകളും നാരായണീയരും ഈ തുളസിയുമായിട്ടാണ് അവിടെ വരിക. എല്ലാവരും അവിടെ താഴത്ത് തുളസി നിരത്തി വെക്കും, എന്നിട്ട് വായിക്കും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ വായന കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരുമ്പോൾ, വിവാഹം നടത്തി കഴിഞ്ഞ് വരുമ്പോൾ, നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി വിവാഹം കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്കാണോ കൊണ്ടുവരിക? അല്ല. അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിൽ വളർത്തി നാരായണ മന്ത്ര ജപത്താൽ വളർത്തിയ ആ തുളസി പാലക്കാടിലെ അല്ലെങ്കിൽ ഒറ്റപ്പാലോ അല്ലെങ്കിൽ കൊല്ലങ്കോടോ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകും. അവിടെ ഉള്ള ഒരു തുളസി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയും അതിനെ പവിത്രമായ സ്ഥലത്ത് വെച്ച് നമ്മൾ അതിനെ ആചരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ നരൂപമസ്യേഹ തപോപലഭ്യതേ നാന്ദോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപരം തൽപരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ.
തത്വബോധം ഭക്താനാമഗ്രയായി സകലരുമതിമാനുദ്ധവസ്തേവ പ്രാപ്തോ വിജ്ഞാനസാരം സകിലജനഹിതായ സൗഭാഗ്യഭീതി സ്നേഹദ്വേഷാനുരാഗ യോഗവേദൈ ആദ്യന്തേത്യാസമസാമൃതപദമനു സർവദ സർവലോക സത്വം ശാന്തി ശാന്തി കൂടിയിട്ട് പിന്നെ അത് എന്താ വേണ്ടെന്ന് അപ്പം ആലോചിക്കാം. എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളത് അപ്പം ആലോചിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ തരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ചൊല്ലേണ്ട കടമ നമ്മുടെയാണ്, അത് നമ്മൾ ഭംഗിയാക്കണം. അതിനെല്ലാവരും തയ്യാറാവണം. നമുക്ക് 1-2 ദിവസം ഇവിടെ വന്ന് ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വായിച്ച് അതിനൊരു ഐഡിയ സിദ്ധമേ കർണവീതിം ഉത്സവസ്തുവശ്രീലം കോമളം ഗന്ധദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്രഹാരപ്രധാനം നാനാവർണ്ണ പ്രസൂനാവലികിസലയനീം വന്യമാലാം വിലോല ശുഭ